ഹലോ. അപ്പോൾ അത് രാവിലെ തന്നെ മഴയായതുകൊണ്ട് ഏട്ടൻ രണ്ടുപേരും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് നേരം മഴയത്ത് കളിക്കട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ രണ്ടുപേരും ഇതാ മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട കൊണ്ട് പല സർക്കസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടേൻ്റെ കമ്പീൻ്റെ കാര്യത്തിനൊക്കെ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവർ ഹാപ്പി ആയിട്ട് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. ഏട്ടൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ മുറിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാറുക്കുട്ടിയായിട്ട് ഈ മാങ്ങേൻ്റെ ആണ് ഒത്തിരി കഴിക്കും. അങ്ങനെ ഇതാ പാറുക്കുട്ടിക്ക് ഇതേ മുറിച്ച് വെച്ചിട്ടുള്ളതൊക്കെ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഉപ്പിലിട്ട സംഭവം കേട്ടോ. അത് ഏട്ടന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏട്ടനെ ഉപ്പിലിട്ടിച്ചെങ്കിലും ഏട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അമ്പഴങ്ങയും ചാമ്പയ്ക്കും മാങ്ങിയായിരുന്നു. പിന്നെ ഇതാ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു അടാറ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കടായിയാണ്. ഏട്ടൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു കടായി ആയിട്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി വെക്കുക. ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെക്കുക. വലിയ ഉള്ളി ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ള നല്ല ഫ്രഷ് മുളകാട്ടം എടുക്കണത്. അപ്പോൾ അതാ ചെറുതായിട്ട് മുളക് ഒരു 4-5 മുളകും വേണം. അങ്ങനെ ഏട്ടൻ മുളക് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാ മല്ലിച്ചപ്പ് നന്നായിട്ട് വേണം. മല്ലിച്ചപ്പ് കുറച്ചധികം എടുക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏട്ടൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം. പിന്നെ തക്കാളി നടുമുറിച്ചിട്ട് വേണം കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു റംബൂട്ടാൻ ഫുള്ളും ദേവശിക്കായിട്ട് കഴിക്കാറ് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇത് ഈ ഓയിലിൽ ചിക്കൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അതിന് പിന്നെ ശേഷം അതേപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇത് നന്നായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കണം. അതിന് ശേഷം ഒന്ന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിൻ്റെ ശേഷം വലിയ ഉള്ളി, അതേപോലെ മല്ലിച്ചപ്പ്, കുറച്ച് മുളക്, പിന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി വേവിച്ചെടുത്തിട്ട് ആ തക്കാളി നന്നായിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ആ തക്കാളിക്ക് നന്നായിട്ട് ഉടയ്ക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ അത് മാറ്റി വെച്ച് കുറച്ച് ഓയിലാണ്, ഇതിലത്തെ ഓയിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ തക്കാളിത്തെ തോലൊക്കെ നന്നായിട്ട് എടുത്ത് കളയണം. നന്നായിട്ട് തോലൊക്കെ എടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് തോലൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ആദ്യം പാറു അവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ. ഭയങ്കര കളിയിലാണ്. പാറുവിന് മേക്കപ്പ് കിട്ടിയതുകൊണ്ട് അവൾ ഭയങ്കര കളിയിലാട്ടോ. പിന്നെ കുറച്ചും കൂടി ഇഞ്ചി ബാക്കി, അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റ്. പിന്നെ അത് ലാസ്റ്റ് മല്ലിച്ചപ്പ്. ഈ മല്ലിച്ചപ്പ് ഏട്ടൻ എനിക്ക് വേണ്ടി ഇട്ടതാണ്. എനിക്ക് മല്ലിച്ചപ്പ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കറി ഇവിടെ റെഡി ആയിട്ട് കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാനും ഏട്ടനും പാറും കൂടിയായിട്ട് ഫുഡ് കഴിച്ചത്. ആദ്യക്കുട്ടൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ഉണ്ടായതുകൊണ്ട് എന്താണെന്നറിയില്ല അവൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അത് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു വെച്ചെടുക്കൽ, ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു വെച്ചെടുക്കലുണ്ട്, ചാത്തൊരിക്കലുണ്ട്. അപ്പോൾ അതിന് പോകണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പാറു ഇവിടെ മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 4 സ്പ്രേ ഒരു പെട്ടിയിലകത്ത്. അപ്പോൾ ഇത് ഞാനെടുത്തു, മറ്റത് പാറക്കുട്ടി എടുത്തിട്ടുണ്ട്. ബാക്കി 2 സ്പ്രേ എന്താ പറയുക അനിയത്തിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേക്കപ്പ് സെറ്റ് കേട്ടോ പാറുവിന് അച്ഛൻ കൊണ്ടുവന്നെ. ഇതിൽ 4 സ്പ്രേ കുപ്പി ഉണ്ടായിരുന്നു. അതിൽ 2 അനിയത്തിക്ക്, 2 അനിയത്തിയാർക്കും ഓരോന്നിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡയറി മിൽക്കിൻ്റെ ആളായതുകൊണ്ട് ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഫാഷൻ ഷോ കേട്ടോ. കുറേ നേരമായി മാറ്റി ഇരിക്കാൻ തുടങ്ങിയിട്ട് അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛനൊരു ആവശ്യത്തിന് പുറത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം പാറും കുറച്ച് നേരം സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഭയങ്കര സ്നേഹത്തിലോട്ടോ, എന്താണെന്നറിയില്ല, ഭയങ്കര സ്നേഹം, അതുപോലെ ഭയങ്കര തല്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കുട്ടിക്ക് തോക്ക് പിടിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചേച്ചി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട് ആൾക്ക്. ആൺകുട്ടികളായതുകൊണ്ട് തോക്ക്, അതേപോലെ ബോൾ, ഇതൊക്കെ ബാറ്റ്, ഈ സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതുതന്നെയാണ് അവനും താല്പര്യം കേട്ടോ. പാറക്കുട്ടിക്ക് വണ്ടിയോടാണ് താല്പര്യം, തോക്കിനോടാണ്. പെൺകുട്ടികളുടെ രീതിയിലുള്ള ഒരു പാവക്കുട്ടി ആ ഒരു താല്പര്യം കുറച്ച് കുറവാണ് കേട്ടോ. അങ്ങനെ വെച്ചൊക്കെ കൊടുത്തതാ ഞങ്ങൾ വെച്ചെടുക്കലിൽ അവിടെ എത്തിയിട്ടുണ്ട്, തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വെച്ചെടുത്തതാ പ്രസാദമായിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ വലിയ പട്ടാളങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യക്കുട്ടന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവന് തൈരായിരുന്നു ഇഷ്ടം കേട്ടോ. അപ്പോൾ തൈര് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയച്ഛന്മാരെല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെ ചെറിയൊരു സ്നേഹപ്രകടനമായിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമായിരുന്നു ഇന്നലെ. അങ്ങനെ ഇത് വലിയച്ഛൻ്റെ മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവനും വലിയ ഹാപ്പിയിലായിരുന്നു കേട്ടോ. അവന് ആദ്യനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. അവന് കുറേ നേരം അവൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ.
പിന്നെ അവിടുത്തെ കുട്ടീൻ്റെ തോക്കൊക്കെ വെച്ചിട്ട് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ എല്ലാവരും കൂടി ഇതാ മുറ്റത്ത് ബോൾ കളിച്ച് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നല്ലൊരു ബോളിംഗ് ആണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കൂട്ടിന് ബോൾ ഇഷ്ടമായതുകൊണ്ട് അവനും കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അതായത് വലിയച്ഛൻ്റെ മോൻ്റെ കുട്ടിയാട്ടോ, അവൾ കുറേ നേരം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, പാറുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളും കുറേ തോക്കൊണ്ടൊക്കെ കളിച്ചു, ആണോ പെണ്ണോ എന്നൊന്നുമില്ല, ഒക്കെ തോക്കൊണ്ടാട്ടോ കളി. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.